30-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് പാലക്കാട് നഗരത്തിൽ 3-ാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ വികസനം എന്താണെന്ന് കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷക്കാലത്തല്ല. 30 വർഷം കോൺഗ്രസ് ഭരിച്ചു. 30 വർഷക്കാലം കേന്ദ്രത്തിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് കോൺഗ്രസിന്റെ MP മാരുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പാലക്കാട് നഗരത്തിന് ഇത്രയേറെ കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പതിറ്റാണ്ടുകളായിട്ടുള്ള പാലക്കാട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പാലക്കാട് നഗരത്തിലെ ഫുട്പാത്തുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നവീകരിച്ചു. പാലക്കാട് നഗരത്തിലെ തകർന്നു കിടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പാലക്കാട് നഗരത്തിലെ സമസ്ത മേഖലയിലും വികസനം എത്തിച്ച ഒരു ഭരണകാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, കേരളത്തിൽ ഏറ്റവും അധികം പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കൊടുത്ത ഒരു നഗരസഭ പാലക്കാട് നഗരസഭയാണ്. വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് ആദ്യമായി കൊടുത്തത് പാലക്കാട് നഗരസഭയാണ്. ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടക്കാർക്ക് PM സ്വാനിധി പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സഹായം, ബാങ്ക് ധനസഹായം വാങ്ങിക്കൊടുത്തതും പാലക്കാട് നഗരസഭയാണ്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും പാലക്കാട് നഗരസഭ മികച്ച പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പാലക്കാടിലെ ജനങ്ങൾക്കറിയാം. എന്ത് ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായാലും ശരി, പാലക്കാടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വിധി എഴുതുക. ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല. ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. പുതിയ വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. കോൺഗ്രസിന്റെ പല വമ്പന്മാരെയും നിലം പരിശാക്കും ഇത്തവണയും ഞങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമാണ്.